ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കണം കേട്ടോ ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് വന്ന് വാങ്ങിച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നൊന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ആദ്യം ബ്രോസ്റ്റിൻ്റെ പൗഡർ എടുത്തപ്പോൾ അതിൽ ചെറിയൊരു പാക്കറ്റ്, അത് ഉപ്പാണ് കേട്ടോ, സോൾട്ട്. എന്നിട്ട് അതൊരു ലേശം വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമ്മൾ ചിക്കനേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് വെക്കുക. ആ ടൈം കൊണ്ട് നമുക്കൊരു കുഴമ്പട്ടി പിന്നെ കുറച്ച് മുളക് പൊട്ടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഒരു കോഴിമുട്ട എടുത്താൽ മതി കേട്ടോ. ഞാൻ നാടൻ മുട്ട ചെറുതായതുകൊണ്ട് 2 എടുത്തത്. പിന്നെ ചിക്കൻ നമുക്ക് എത്രയുണ്ടോ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ആകെ ഞാൻ 8-7 പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മുട്ടയുടെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മൈദ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മൈദ ഇട്ടാൽ മതി കേട്ടോ. എന്ന് നന്നായിട്ട് കുഴച്ച് മറിച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രോസ്റ്റ് പൊടി മറ്റേ പാക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്യുക. നല്ലോണം കോട്ട് ചെയ്യണം പറഞ്ഞാൽ നല്ലോണം കോട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പൗഡർ കുറച്ചായതുകൊണ്ട് ഞാൻ അതൊക്കെ പെട്ടു. അപ്പോൾ കോൺഫ്ലവറാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെ പാക്ക് വാങ്ങിക്കുമ്പോൾ 2 ബോക്സ് വാങ്ങിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ വാങ്ങിക്കുക. വേറെ മൈദ അരിപ്പൊടി ഒന്നും ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഞാൻ ആദ്യം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും അയ്യോ ഇതൊന്ന് മഞ്ഞ കളറാണ്, പിന്നെ റെഡായിട്ടോ. പിന്നെ സാധാ പോലെ നമ്മളെ ചിക്കനൊക്കെ ഉള്ള പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബ്രോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ മയോണൈസും കുറച്ച് കെച്ചപ്പും പിന്നെ 2 കൂടി കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.